ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. പ്രീമിയം ക്വാളിറ്റിയിൽ നല്ലൊരു ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കിയാലോ? അതും കാച്ചിൽ വെച്ച്. നിങ്ങളുടെ വീട്ടിൽ കാച്ചിലൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതാ പിടിച്ചു അടിപൊളി ഒരു റെസിപ്പി. ഈ കാച്ചിലിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ വൈറ്റമിൻ സിയും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരഭാരം മാനേജ് ചെയ്യാനും രക്തോട്ടം മെച്ചപ്പെടുത്താനും പ്രമേഹം നിയന്ത്രിക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ദഹനത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ആവാം നമുക്ക് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇവിടെ ഞാൻ കാച്ചിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ചേരുവകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 50 ഗ്രാമോളം വരും. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ പാൽ എടുത്തിട്ടുണ്ട്. തിളപ്പിച്ച പാലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശർക്കര പൊടി ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാൽ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളായി മുറിച്ച കാച്ചിൽ ചേർത്ത് ഇളക്കി വേവിക്കാം. കാച്ചിൽ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. കാരണം കാച്ചിൽ വേവുമ്പോൾ പാല് കുറുകി വരും. മാത്രമല്ല അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അടിക്ക് പിടിക്കാതെ നോക്കണേ. അടിക്ക് പിടിച്ച് ടേസ്റ്റ് മൊത്തം മാറും. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കാച്ചിൽ വെന്ത് വരുന്നതിനനുസരിച്ച് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇതൊന്നുകൂടി ഒന്ന് വേവട്ടെ. വെന്ത ശേഷം നമുക്കിതിലേക്ക് ചോക്ലേറ്റ് പീസസ് ചേർക്കാം. ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടാണ് പീസസ് ആക്കി ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് ഡാർക്ക് ചോക്ലേറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡയറി മിൽക്ക് ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ചോക്ലേറ്റ് ചേർക്കുന്നത്. ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് തന്നെ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടിൽ തന്നെ അത് നന്നായിട്ട് മെൽട്ടായിട്ട് ഇതിലൂടെ യോജിച്ചോളും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ നോക്കണം. അത്രേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം. അതുപോലെ വാനില എസൻസ് ചേർക്കാം. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്തിട്ട് ടേസ്റ്റ് കുറച്ചുകൂടി കൂട്ടാം. ഞാൻ പക്ഷേ ഇവിടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. മാത്രമല്ല അതൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് പിന്നെ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് ഇതിരിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ചേരുവകൾ കൂടി ചേർക്കുകയാണ് കേട്ടോ. അതായത് ശർക്കര പൊടിച്ചതും കൊക്കോ പൗഡറും. ഞാൻ 3 ടേബിൾ സ്പൂണോളം ശർക്കര പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറുമാണ് ചേർക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഇനി ഇതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ സ്റ്റേജിൽ നമ്മൾ ടേസ്റ്റ് നോക്കിയ ശേഷം ഇതിലേക്ക് കൊക്കോ പൗഡറോ ഡാർക്ക് കോമ്പൗണ്ടോ മധുരമോ എന്ത് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർക്കാം കേട്ടോ. ഡാർക്ക് കോമ്പൗണ്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കി നമുക്ക് ചേർക്കാതെ അതിൽ കിടന്നങ്ങ് മെൽറ്റ് ആയിക്കോളും. എന്തായാലും അതെല്ലാം ഈ സമയത്ത് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ നമ്മളിത് കൂട്ടി ഇളക്കുന്ന സമയത്ത് നാരുകളൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്നത് കാണാം കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കുമ്പോൾ അതെല്ലാം സ്മൂത്ത് ആൻഡ് ഫൈനായിട്ട് മാറിക്കോളും. ഇതുപോലെ നമുക്ക് സ്മൂത്തായിട്ടുള്ള പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്തും അരയ്ക്കാം. പക്ഷേ അതപ്പോൾ കുറച്ച് അൺഹെൽത്തിയാവും, അത്രയേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ മധുരവും ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അത് കഴിക്കാൻ തോന്നും. പക്ഷേ നമ്മളിവിടെ പുഡിംഗ് ഉണ്ടാക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ സെർവിങ് ബൗളിലേക്ക് ഇത് നല്ലപോലെ നിരത്തി കൊടുത്ത ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഞാനൊരു 2 മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ആ സമയം നമുക്ക് ചെറിയൊരു ക്രീം ഉണ്ടാക്കാം. ചോക്ലേറ്റ് കൊണ്ട് ഒരു സിമ്പിളായ ക്രീമാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അതിനായി അരക്കപ്പ് പാലിലേക്ക് 30 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് പീസസ് ചേർത്തിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഈ ക്രീം ഒരിക്കലും തിക്കായി പോവരുത് കേട്ടോ. നല്ലപോലെ ലൂസായ എന്നാൽ കുറുകിയ പരുവത്തിലായിരിക്കണം ഈ ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ക്രീം വല്ലാതെ തിക്കായി പോയാൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു ക്രീം പാർട്ട് നല്ലപോലെ കട്ടിയായി പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പരുവത്തിൽ നമ്മുടെ പുഡിംഗ് കിട്ടില്ല. എനിക്കിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ചോക്ലേറ്റ് ക്രീം. ഇത് ഒഴിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാനൊരു ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ പാർട്ട് കൂടി ഈ പുഡിങ്ങിൽ ആഡ് ചെയ്യുകയാണ്.
നമ്മുടെ പുഡിംഗ് 2 hours ശേഷം സെറ്റായി വന്നിട്ടുണ്ട്. ഈ പുഡിങ്ങിന് മുകളിലേക്ക് ചൂടോടുകൂടി തന്നെ ഈ ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ക്രീം നല്ല റണ്ണിങ് കൺസിസ്റ്റൻസിയിലുള്ളതായതുകൊണ്ട് ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് ഒരുപോലെ സ്പ്രെഡ് ആയിക്കോളും. നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇതെല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഇവിടെ എൻ്റെ പുഡിംഗ് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ എന്ത് തരം ഡെക്കറേഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കാഷ്യൂസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റി പുഡിങ്ങാണ്. ഞാനിത് ഉണ്ടാക്കിയതേ ഇത് കഴിക്കാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഇതെന്താ ഇതിൻ്റെ ടേസ്റ്റ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ, അതൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്തായാലും ഒരുമിച്ച് ഈ വീഡിയോയിലൂടെ ആ രംഗം കാണാം. അങ്ങനെ ഞാനൊരു സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ട് വന്നിട്ടില്ലേ? ആ മുകളിലൊഴിച്ച് ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കൂ. അത് റണ്ണിങ് കൺസിസ്റ്റൻസിയിൽ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമ്മൾ ഓരോ സ്പൂൺ എടുക്കുമ്പോഴും അതിൽ ആ ഒരു ക്രീം ഇങ്ങനെ പുരണ്ടിരിക്കുന്ന ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടുന്നത്. ഇത് മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ചെയ്ത് നോക്കണേ. നല്ല ലാർജ് ക്വാണ്ടിറ്റിയിൽ ചീപ്പായി കിട്ടുന്ന കാച്ചിൽ പോലുള്ളൊരു കിഴങ്ങ് വെച്ച് ഇത്രയും പ്രീമിയം ക്വാളിറ്റിയിലൊരു പുഡിംഗ് ഉണ്ടാക്കുക പറഞ്ഞാൽ അതൊരു അടിപൊളി കോൺസെപ്റ്റ് അല്ലേ? ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.